നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മുമ്പിൽ നിന്ന് മുങ്ങാനുള്ള ധൃതിയാ കാണിച്ചതെന്ന് എനിക്കറിയാം. നിധിയെ കൊണ്ട് ഗൗതമിന്റെ മക്കളെ പെറ്റുകൂട്ടാൻ മോഹിച്ച് നടക്കുകയല്ലേ ഏട്ടത്തി. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രവുമായിട്ട് വരുന്ന എന്നെ ഫേസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. പഴയതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. എല്ലാം ഇന്നലെ നടന്നതുപോലെ ഏട്ടത്തിയുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, ഏട്ടത്തി മറന്നുപോകാനുള്ള ഒരേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ ഇപ്പൊ പറയാൻ വന്നത് പറയാൻ എനിക്കാവില്ല. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. ശിവാനി കേട്ടാലും കുഴപ്പമില്ലാത്ത കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ കേട്ട കുഴപ്പമുള്ള എന്തോ സംഗതി വേറെയുണ്ട്. ഓർമ്മിപ്പിക്കാനുള്ളത്, ഒട്ടും സ്റ്റാറ്റസ് ഇല്ലാത്ത ഏട്ടത്തേക്ക് കിട്ടിയ ഈശ്വരമംഗലം തറവാട്ടിലെ കെട്ടിലമ്മ എന്ന സ്ഥാനത്തെക്കുറിച്ചാ. എന്റെ കണ്ണൊന്ന് തെറ്റിയത് കൊണ്ടാ ഏട്ടത്തിക്ക് ആ മഹാഭാഗ്യം കിട്ടിയത്. പക്ഷേ ആ ഭാഗ്യം നിധിക്ക് കിട്ടില്ല. കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. ശിവാനി ഒന്ന് നിന്നേ. എന്ത് കണ്ടിട്ടാ നിധിയുടെ എന്റെ അതേ സ്റ്റാറ്റസ് ഉള്ള നീ ഇവളുടെ കൂടെ നടക്കുന്നത്? നീ ഇടപെട്ട് നിധിയെ ഗൗതമിൽ നിന്ന് അകറ്റിയാലും നിനക്കൊരിക്കലും ഗൗതമിനെ സ്വന്തമാക്കാനാവില്ല. ഉപയോഗം കഴിഞ്ഞ് നിന്നെ ഇവള് കറിവേപ്പില പോലെ വലിച്ചെറിയും. 32 വർഷത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? ഞാൻ നിന്നോടല്ല, എന്റെ മകളാകാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയോടാ സംസാരിച്ചത്. ജീവിതത്തിൽ ഒരു കോമാളിയാവാതിരിക്കാൻ ഞങ്ങൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു കല്യാണത്തിന് നീ സമ്മതിക്ക്. നിധിയുടെ അനീതിക്ക് ദോഷം വരുന്നതൊന്നും ഞാനോ എന്റെ മകനോ ചെയ്യില്ല. ഇനിയെങ്കിലും നീ ഞങ്ങളൊന്ന് വിശ്വസിക്കേ. നിങ്ങൾക്കിപ്പോ സമാധാനമായോ? കുറച്ച്. ദേ, ഇനി ഏത് നിമിഷവും ഗൗതവും നിധിയും ഒന്നിക്കും. നിധി പ്രതിജ്ഞ പിൻവലിച്ചതോടെ നീ നിന്റെ വാശി ഉപേക്ഷിച്ചോ? ഗൗതമും നിധിയെ ഒരുമിച്ച് ജീവിതം തുടങ്ങിക്കോട്ടെ എന്നാണോ നീ പറയുന്നത്? നീ എന്താടി കുന്തം വിഴുങ്ങിയതുപോലെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കുന്നില്ലേ? നിന്റെ ചെവിയിൽ എന്താ വല്ല പഞ്ഞിയും തിരികെ വെച്ചിരിക്കുകയാണോ? വാ തുറന്ന് വല്ലതും പറയ്. അതോ ഏട്ടത്തി പറഞ്ഞതുപോലെ ഞാൻ നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയുമെന്ന് പേടിയുണ്ടോ? എനിക്ക് പേടിയോ? നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവളാ ശിവാനി. നിധി കൊണ്ടുവന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ ആലോചന പോലും സമ്മതിച്ച എനിക്കത് നേട്ടോ. എന്നിട്ടും ആന്റിക്ക് വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ഗൗതമിനെ നിധിയെ പിരിക്കാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ പലപ്പോഴും അവസാന നിമിഷം എന്റെ പ്ലാൻ ഒക്കെ തകർക്കുന്നത് ആന്റിയാ. ഞാനോ? അതെ, താലികെട്ട് നടന്നാലും ജീവിതം തുടങ്ങാൻ കാത്തിരിക്കാന്ന് ഗൗതം പറഞ്ഞതല്ലേ? ആന്റിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ തയ്യാറായതല്ലേ? ആന്റി എന്തിനാ സത്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? ഗൗതം വാക്ക് തെറ്റിച്ച ആന്റിയുടെ തല പൊട്ടിത്തെറിച്ച് പോവെന്ന് കരുതിയോ? നീ എല്ലാം കണ്ടതല്ലേ? നിധി എന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തത് നിന്റെ കൺമുമ്പിൽ വെച്ചല്ലേ? എന്ത് ദൗർബല്യം ആന്റി! എങ്ങനെയെങ്കിലും കാര്യം നടത്തേണ്ടതിന് പകരം ആന്റി എന്തിനാ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തത്? ഗൗതമിന് വിശ്വാസം ഇല്ലെന്ന് തന്നെ പറയണമായിരുന്നു. എന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് എനിക്കൊരു യുദ്ധവും ജയിക്കണ്ട. ഗൗതം എന്റെ ജീവനാണ്.
അവന് വിശ്വാസമില്ലാന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാ. ഓക്കെ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി ഗൗതമ നിധി ഒന്നിച്ച അതിന്റെ കാരണം ആന്റിയുടെ അമിതമായ പുത്രവാത്സല്യം മാത്രമായിരിക്കും. എന്നാലും ഒരു പ്രതീക്ഷ ബാക്കിയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വഴിവെച്ചതും ആന്റി തന്നെയാണ്. 5 പവൻ സ്വർണം. അത്രയും കാശുണ്ടാക്കാൻ ചന്ദ്രിക ആന്റിക്കോ എന്റെ അച്ഛനോ കൊണ്ടോ പറ്റില്ല. യെസ്, അതൊരു കച്ചിത്തുരുമ്പാണ്. ആ പ്രശ്നം ആളിക്കത്തിച്ച് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയിലേക്ക് അത് വളർത്തിയെടുത്താൽ നിധിയെയും ഗൗതമിനെയും നമുക്ക് പിരിക്കാം. ഗൗതമിനോട് എനിക്കുള്ള വാത്സല്യം വെച്ച് അവളൊരു ചെക്ക് വെച്ചു. അതിനുള്ള മറു ചെക്കാണ് എന്റെ ഈ നീക്കം. പണി അവളുടെ അമ്മയ്ക്കും അമ്മാവനും തന്നെ. അച്ഛന് പണം കിട്ടാനുള്ള എല്ലാ സോഴ്സും ഞാൻ ഇല്ലാതാക്കാം. പക്ഷെ നിധി ഓഫീസിൽ നിന്ന് പണം എടുക്കാതെ സൂക്ഷിക്കണം. അവള് ചിലപ്പോ സാലറി അഡ്വാൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഡയറക്ടർ ബോർഡ് അംഗീകരിക്കാതെ അവൾക്ക് സാലറിയോ അഡ്വാൻസോ നൽകാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനം എടുപ്പിച്ചോളാം. നല്ല കാര്യങ്ങൾ കൂടുതൽ വൈകിക്കണ്ട ആന്റി. ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ഞാൻ അച്ഛൻ പാപ്പരാണെന്ന് സൂചന കൊടുത്തോളാം. ഒരു കാരണവശാലും 5 പവൻ സ്വർണ്ണ ഇവിടെ എത്തരുത്. നിധി, എന്റെ വൈറ്റ് ഷർട്ട് എവിടെ? അയ്യോ, അത് വാഷിംഗ് മെഷീനിലാണല്ലോ. അപ്പൊ അത് വാഷ് ചെയ്തില്ലേ? എനിക്ക് നാളെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതാ. എന്റെ ലക്കി ഷർട്ട് ആയിരുന്നു അത്. ഞാൻ ഇന്നലെ മുതൽ നോക്കുക, ആ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെന്നേ. ഗൗതം ചെന്നൊന്ന് നോക്ക. ഞാനോ? ഞാൻ കുറച്ച് തിരക്കില്ല. എന്നാലേ നിങ്ങൾ ഇന്നാ ലക്കി ഷർട്ട് ഇടില്ല. മോളെ, നീ ഇന്നലെ ഉണ്ടാക്കിയ അടപ്രഥമൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേ. അതിന്ന് കുറച്ചെടുത്ത് ഗോപീട്ടിന് കൊടുക്കുവോ? ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അതിന് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലമ്മേ. അയ്യോ, എന്താന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഗൗതമിന് വയ്യാത്ര. ആഹാ, അതുകൊള്ളാലോ. മോനിങ് വന്നേ. വാ വാ. അയ്യോ, പായസത്തിന്റെ കാര്യം. അയ്യോ, ഇതെന്താ ലൈറ്റ് ഇല്ലാത്ത? അയ്യേ, എന്താ ഇത്? ഒരു രക്ഷയില്ല പാറു, പുതിയത് വാങ്ങേണ്ടി വരും. അയ്യോ, നീ ഇത് കൊടുത്തില്ലേ മോളെ? എന്റെ അമ്മേ, ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയി, പായസവും ചീത്തയായി. അയ്യോ, ഈ ഓണക്കാലത്ത് എല്ലാം ഇങ്ങനെ പണി മുടക്കിയ എന്ത് ചെയ്യും നമ്മള്? അമ്മേ, ഈ ഓണക്കാലത്ത് എല്ലാം പുതിയതായിക്കോട്ടെ. നമ്മുടെ മൈജിയിൽ എല്ലാം റെഡിയാണല്ലോ. ആണോ? എന്നാ ഓണം ഷോപ്പിംഗ് ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. പാറും കൂടെ പോരെ? ഞാനില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. പിന്നെ നിധി കൂടെയുള്ളതുകൊണ്ട് നീ സെലക്ഷനെ പറ്റി ചിന്തിക്കേ വേണ്ട. എല്ലാം ഇവള് നോക്കിക്കോളും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്താ നോക്കുന്നേ? ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നോക്കാനാ. വരും. നല്ല കസ്റ്റമർ സർവീസ് അല്ലേ? മാം, വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓണം പ്രമാണിച്ച് നമ്മുടെ മൈജിയിൽ 15 കോടിയുടെ സമ്മാനങ്ങളുണ്ട്. 100 പേർക്ക് ആക്റ്റീവ, 5 കാറുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് സ്റ്റേ വരുന്നുണ്ട്. അതുപോലെ EMI ഓഫേഴ്സും വരുന്നുണ്ട്. പിന്നെ ബ്രാൻഡ് ഓഫേഴ്സും വരുന്നുണ്ട്. കൊള്ളാല്ലേ? അതുകൂടാതെ 5000 രൂപയുടെ മേൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഉറപ്പായും സമ്മാനങ്ങളും ഉണ്ട്. യാമിനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിയാലോ? അപ്പൊ പ്രണവിന് എന്തെങ്കിലും വാങ്ങണ്ടേ? ആ, പിന്നെ പ്രണവിന്റെ മ്യൂസിക് സിസ്റ്റം കംപ്ലൈന്റ് ആയി അവൻ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ അതും ആയിക്കോട്ടെ.
സർ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം വീട്ടിലെത്തിക്കോളും. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. ആഹാ, ഈ ഓണം മൈജിക്കൊപ്പം മാസായല്ലോ. അതെ, മൈജി ഓണം മാസോണം.